ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ? എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത് ഡാൻസിന്റെ സ്റ്റെപ്സുകൾ എങ്ങനെ പഠിക്കാമെന്നാണ്. നിങ്ങൾക്ക് ഡാൻസർ ആവണോ? നിങ്ങൾക്ക് ഡാൻസർ ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടിക്കോ. ഇന്ന് മുതൽ നമ്മൾ ഡാൻസിനെ കുറിച്ചിട്ടുള്ള എ മുതൽ സെഡ് വരെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടി നമ്മളെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളെ വീഡിയോ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ആയിരിക്കും. പിന്നെ തിങ്കളാഴ്ചയും, അങ്ങനെ ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോരോ ക്ലാസ്സുകളിലും ഓരോരോ സ്റ്റെപ്സുകളായിരിക്കും. അപ്പൊ നമുക്ക് ഡാൻസിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യുന്ന നമുക്കൊരു 5-6 സ്റ്റെപ്പുകൾ പഠിച്ചതിന് ശേഷം ഒരു പാട്ടിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ ഈ പഠിച്ച അതേ സ്റ്റെപ്സ് തന്നെ ആയിരിക്കും ആ പാട്ടിലും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഡാൻസ് പഠിക്കാൻ കഴിയും. നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സിന്റെ പേരാണ് ബൗൺസ്. ആ സ്റ്റെപ്പ് എങ്ങനെ പഠിച്ചെടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ബൗൺസിൽ തന്നെ പല വേരിയേഷനും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഒരു ചെസ്റ്റിന്റെ ഭാഗം നോക്കുക. ഫസ്റ്റ് നോക്കുക, നമ്മൾ ആദ്യം ബോഡി ഫ്രീ ആക്കിയിട്ടുണ്ടോ, വെയിറ്റിൽ ബലത്തിലൊന്നും പിടിക്കരുത്, ബോഡി ഫ്രീ ആയിട്ട് വിടുക. എന്നിട്ട് ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആക്കുക, ബാക്കിലേക്ക് ആക്കുക. ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്. ഓക്കെ. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുട്ടിന്റെ ഭാഗം കുറച്ചൊന്ന് മടക്കി വെക്കുക. ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മളല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് 1 2 3 4 അങ്ങനെ ചെയ്യരുത്. കുറച്ചൊരു ബെൻഡ് കൊടുക്കണം. നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ബെൻഡ് ആക്കിയിട്ട് ലൂസ് ആക്കി വിടണം. ഓക്കെ, ചെയ്ത് നോക്കിയാൽ 1 2 3 4 5 6 7 8. ഇനി നമുക്ക് ഇതിലേക്ക് കാലിന്റെ സ്റ്റെപ്സ് കൊണ്ടുവരണം. അതെങ്ങനെയാ നോക്കാം. ഫസ്റ്റ് 1 2 3 4 1 2 3 4. അപ്പൊ ഈ ചെസ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കാലും പോകണം. 1 2 3 4. അപ്പൊ നമുക്ക് ചെസ്റ്റ് കൂടെ എടുത്തു നോക്കാം കേട്ടോ. ചെസ്റ്റ് എടുക്കുമ്പോൾ 1 ഉള്ളിലേക്ക്, 2 ഉള്ളിലേക്ക് പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കാം. 5 6 7 8 1 and 2 and 3 and 4 1 and 2 and 3 and 4. ഇനി നമുക്ക് ഇതിന്റെ ഒരു വേരിയേഷൻ എടുക്കാം. വേരിയേഷൻ നോക്കിക്കോ. കാലിന്റെ മൂവ്മെന്റ് തന്നെ നോക്കിക്കോട്ടോ. 1 ഫ്രണ്ട്, 2 ഫ്രണ്ട്, 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 1 and 2 and 1 and 2 and. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ചെസ്റ്റിന്റെ ഭാഗം ചെയ്ത് നോക്കിയാൽ 5 6 7 8 and 1 and 2 and 3 and 4 1 and 2 and 3 and 4. കണ്ടോ? കിട്ടിയോ? ഒന്നുകൂടെ നോക്കിക്കോ. 5 6 7 8 1 and 2 and 3 and 4 1 and 2 and 3 and 4. കണ്ടോ? അപ്പൊ ഇതിന്റെ വേരിയേഷൻ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു. ഇപ്പൊ നമ്മൾ സെക്കൻഡ് വെച്ചത് ഇങ്ങനെ വെച്ചു. നമുക്ക് തേർഡ് വേരിയേഷൻ നോക്കാം. ബാക്ക് വെക്കുക, അടുപ്പിക്കുക, ബാക്ക് വെക്കുക, അടുപ്പിക്കുക, ബാക്ക് വെക്കുക, അടുപ്പിക്കുക. വേറൊരു വേരിയേഷൻ നോക്കാം. ഫസ്റ്റ് നോക്കിയാൽ 1 തിരിഞ്ഞിട്ട് കേട്ടോ, പിന്നെ നേരെ തന്നെ വരാം, പിന്നെ തിരിഞ്ഞിട്ട് നേരെ തന്നെ വരാം. അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റ്, പിന്നെ സ്ട്രെയിറ്റ്, റൈറ്റ്, സ്ട്രെയിറ്റ്, ഇങ്ങനെ വരും. ഒന്ന് ചെയ്ത് നോക്കിയാലോ. 5 6 7 8 1 and 2 and 3 and 4. കണ്ടോ? അപ്പൊ നമ്മളെ ചെസ്റ്റിന്റെ ഭാഗം കൂടി വരണം കേട്ടോ. അവിടെ പിടിക്കട്ടോ. റെഡി? 5 6 7 8 1 and 2 3 and 4 1 and 2 3 and 4. അപ്പൊ നമ്മൾ ബൗൺസിന്റെ എത്ര വേരിയേഷൻ ചെയ്തു? 4 വേരിയേഷൻ ചെയ്തു. 4 വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ എന്താ ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 5 6 7 8 and 1 and 2
3 and 4, 5 and 6, 7 and 8, 1 and 2, 3 and 4, 5 and 6, 7 and 8. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മളൊന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ടൈം നിങ്ങളെ ഫ്രീ ടൈം ഇനിയിപ്പോൾ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമുക്കിനി അടുത്ത ബുധനാഴ്ച നമ്മളൊരു വീഡിയോ വരും. അതിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്യും, ആ സ്റ്റെപ്പും അതേമാതിരി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? പിന്നെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് മ്യൂസിക് ഇട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സെറ്റൊക്കെ ഒന്ന് ഓണാക്കിയിട്ടേ ഓക്കെ. സോങ് ഒക്കെ ഒന്ന് വെച്ച് നോക്കാം. ഏത് സോങ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ സ്റ്റെപ്പിൽ ഏത് സോങ് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഹിപ്പ് ഹോപ്പ് സ്റ്റെപ്പിന്റെ പ്രത്യേകത. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു സോങ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റേറ്റ് വന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനൊരു കാര്യമില്ല. പിന്നെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് അടിക്കുക അല്ലേ? നോ കോപ്പിറൈറ്റ് മ്യൂസിക്. ഓക്കെ, നോ കോപ്പിറൈറ്റ് മ്യൂസിക് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് കൊടുക്കാം. സ്പേസ് ഇട്ട് ഹിപ്പ് ഹോപ്പ് മ്യൂസിക്. ഇതിൽ കോപ്പിറൈറ്റ് വരില്ലായിരിക്കും. എങ്ങനെയൊക്കെ ഇതിൽ നോ കോപ്പിറൈറ്റ് എന്നൊക്കെ വരുന്നുണ്ട്, സെർച്ച് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോങ് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോങ് ഒക്കെ ഇട്ട് ചെയ്യാം കേട്ടോ സ്റ്റെപ്പ്. ഈ സോങ് തന്നെ വേണമെന്നില്ല കേട്ടോ, വേറെയും സോങ് ഇട്ട് ചെയ്യാം. ഒരു അടിപൊളി സോങ് എടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ബോൺസ് ആണ് കേട്ടോ. ഇത് ഈ സോങ് പറ്റുമോ നോക്കട്ടെ. ഫസ്റ്റ് മതി. അപ്പൊ 4 വേരിയേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ